പർദ്ദ ധരിച്ച് ദേഹം മുഴുവൻ ഇപ്പം സൗദി അറേബ്യ പോലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവിടെ ഈ പർദ്ദ പോലുള്ള ഡ്രസ്സുകൾ വന്നത്. ഇന്ത്യയിൽ അത് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അവിടെ പോലും മാറ്റിയാണ്. സൗദിയിലൊന്നും ഇപ്പൊ ഇല്ല, അവരെല്ലാം മാറ്റി. അവിടുത്തെ എന്താ പറയുക, ഡെസേർട്ടിലെ മരുഭൂമിയിലെ ചൂട് കാറ്റിനെയൊക്കെ പ്രതിരോധിക്കാനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അത്തരം വസ്ത്രങ്ങളൊക്കെ വന്നത്. പക്ഷെ അത് അവിടെ പോലും മാറ്റി തുടങ്ങി. ഇപ്പോ നമ്മുടെ അവസ്ഥ, നാട്ടിൽ എന്താ അവസ്ഥ? കേരളത്തിലെ കൊച്ചു ഗ്രാമങ്ങളിൽ വരെ പർദ്ദ ധരിച്ചുള്ള കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. അപ്പം മുസ്ലിം രാജ്യങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന പലതും ഈ കൊച്ചു കേരളത്തിൽ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ശക്തമാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജിഹാദി ഗ്രൂപ്പുകൾ കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ കൃത്യമായ ലക്ഷണമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭരണം കൂടി വന്നതോടെ ജിഹാദികൾ ഹാലിളകിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ആകെ പ്രശ്നമാണ്. മലപ്പുറത്തും കാസർഗോട്ടും ഒക്കെ നമ്മൾ അവരുടെ തെരഞ്ഞെടുപ്പിന്റെ വിജയം അവരെങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു. ആടിന്റെ തല വെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുക, കെ സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് നാടൻ ബോംബ് വെച്ച് പൊട്ടിക്കുക. അപ്പൊ ഇത് കാര്യങ്ങൾ എന്തായാലും പുതിയൊരു അറിവാണ് കിട്ടിയത് കേട്ടോ. സൗദിയിലെ മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല, കേരളത്തിലെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ. അവരാണ് ജിഹാദികൾ. സൗദിയിലൊന്നും ഇസ്ലാം മതവും അതൊന്നും അല്ല അവർ നോക്കുന്നത്. അവർ പൊടിക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പർദ്ദയിട്ട് അടക്കുന്നത്. ഞാനത് ആദ്യമായിട്ട് നമുക്ക് അറിയാത്തൊരു അറിവ് കഴിഞ്ഞിട്ടോ. അപ്പൊ എന്തായാലും കേരളത്തിലെ ഈ പർദ്ദ ജിഹാദിനെതിരെ നമ്മൾ ശക്തമായിട്ട് സംഘടിക്കുക. ഭരണം മാറിയപ്പോൾ കേരളത്തിൽ ആകെ ഹാലിളകി കിടക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ എന്താ പറയുക, ഭയങ്കര ഹാലാണ്. എല്ലാവരും ഭയങ്കര അവിടെ ശക്തമായ എന്താ പറയുക പ്രതിഷേധങ്ങളും ഇതൊക്കെ നടക്കുകയാണ് പർദ്ദക്കെതിരെ. അപ്പോൾ ജനം ടി വി മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, ബാക്കി മാധ്യമങ്ങളൊക്കെ കണ്ണടച്ചു വിട്ടത്. ഇനിയിപ്പോൾ BJP ഭരണം വന്നു കഴിഞ്ഞാൽ എന്ത് ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും, എന്ത് തിന്നണമെന്ന് അവർ തീരുമാനിക്കും, എങ്ങനെ നടക്കണമെന്ന് അവർ തീരുമാനിക്കും, എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും, ഒക്കെ അവർ പറയുന്ന പോലെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജിഹാദാണ്. ഇപ്പോൾ നാട്ടിലെ ആളുകളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതും ഇഷ്ടം പോലെ കഴിക്കുന്നതും അവനാണ് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നതും ഒക്കെ എന്താ പറയുക ജിഹാദിത്തരാണ്. BJP വന്നിട്ട് ഇതൊക്കെ എതിർത്താണ്ട് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അത് മതി. അപ്പോൾ ജിഹാദിത്തരം ഒന്നും ഉണ്ടാവില്ല. എന്താ പറയുക, അതാണ് നാടിൻ്റെ എന്താ പറയുക നന്മ. പിന്നെ പുതിയ അറിവ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ. ഏത് സൗദിയിൽ അവിടുത്തെ പൊടിക്കാരനെ ആഗീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന കാര്യം പുതിയൊരു അറിവാണ്. ആര് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെച്ചോളി. കേരളത്തിലെ ജിഹാദികളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നാട് നന്നാവുക? മാറി ചിന്തിക്കുക കൂട്ടരെ, സുഹൃത്തുക്കളെ, മാറി ചിന്തിക്കുക.